എത്രയും പെട്ടെന്ന് അവിടെയുള്ള ഇന്ത്യക്കാരായ ആളുകൾ അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആ അനുഭവിക്കുന്നവരെ. ഈ വിദേശകാര്യ വകുപ്പിൽ ലീഗുകാരനായ ഒരു മന്ത്രിയുണ്ട്. ഇന്ത്യക്കാരുടെ വിഷയത്തിൽ അദ്ദേഹത്തിന് വളരെ ശക്തമായി ഇടപെടാൻ സാധിക്കും. ഹജ്ജ് വിമാനങ്ങൾ, മടങ്ങിയെത്തുന്ന ഹജ്ജ് വിമാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ മടക്കയാത്ര എളുപ്പമാക്കാനുള്ള നടപടികൾ നടത്തേണ്ടത് കേന്ദ്ര സർക്കാർ കൂടിയാണ്. ആ അർത്ഥത്തിൽ എന്ത് നടപടികളാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്? അല്ല, ഹജ്ജ് യാത്രാ വിമാനങ്ങൾ ഇതിനു വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ ഇതൊരു വിദേശകാര്യ വകുപ്പിലെ ഒരു സഹമന്ത്രിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നമ്മുടെ പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയുണ്ട്. ഗവൺമെന്റ് തന്നെ വളരെ അടിയന്തരമായി എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഗവൺമെന്റ് തന്നെ ശക്തമായി ഇടപെടുകയും സൗദി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി നമുക്ക് സാധ്യമാകുന്ന വിധം എന്തൊക്കെ ഇളവുകൾ അവിടെ ലഭ്യമാകുമോ അതിനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ ആദ്യം നടത്തിയത്. ആ ഇളവുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയും അതിൽ ഏറെക്കുറെയൊക്കെ നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിരുന്നു. ഇനി എത്ര പേര് അവിടെ നിന്ന് വരേണ്ടതുണ്ട് എന്നൊരു കൃത്യമായ ഒരു കണക്കോടുകൂടി നമ്മുടെ ഇന്ത്യൻ എംബസിയും കൃത്യമായ ഒരു കണക്ക് ഇതുവരെ വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല. എത്ര പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിക്കേണ്ടതായി വരും, അതിന് എന്തൊക്കെ നടപടികൾ എടുക്കേണ്ടതായി വരും എന്നുള്ളൊരു കൃത്യമായ കണക്ക് ലഭ്യമാകുമ്പോഴാണ് ഗവൺമെന്റിന്റെ നയപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് അവരെ നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം ഒരുക്കേണ്ടത്. ഒരിക്കലും നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാർ മറ്റൊരു രാജ്യത്ത് ആ രീതിയിൽ പ്രയാസപ്പെടുന്ന അവസ്ഥ ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ശ്രമിക്കുമെന്നുള്ള ശുഭാപ്തിവിശ്വാസമാണ് നമുക്ക്. അബ്ദുറഹ്മാൻ ഈ ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ സദറുദ്ദീൻ കീഴ്ശ്ശേരി യൂത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ചേരുന്നു. സദറുദ്ദീൻ കീഴ്ശ്ശേരി, എത്രമാത്രം ആളുകൾ ഇനി മടങ്ങിയെത്താനുണ്ടാവും? താങ്കളെപ്പോലുള്ളവരുടെ ഇടപെടലുകളിൽ അത്തരത്തിലുള്ള വല്ല സ്ഥിതിവിവര കണക്കുകളും ലഭ്യമാണോ? കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. എത്ര ആളുകൾ ടിക്കറ്റ് ലഭിക്കാതെ ഇനിയും ഇവിടെ ലഭിച്ച് കിടക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു കണക്കും ഇതുവരെ ലഭ്യമല്ല. എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് ലഭ്യമായ അറിവുകൾ വെച്ചുകൊണ്ട് നൂറുകണക്കിലല്ല ആയിരക്കണക്കിന് ആളുകളെ ഇനിയും എക്സിറ്റ് ലഭിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയില് റിയാദ് തർഹീലിൽ വളരെയധികം തിരക്ക് കൂടുതലായിരുന്നു സാധാരണത്തെ അപേക്ഷിച്ച്. അതിനർത്ഥം ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ നിതാഖാത്തിന്റെ പരിധി അവസാനിക്കുന്ന നവംബർ 3 മുമ്പായിക്കൊണ്ട് ഇനിയും കുറെ ആളുകളെ വരാനുണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കണക്കുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് കുറെ ആളുകൾ 2 മാസത്തോളമൊക്കെ എക്സിറ്റ് ലഭിച്ചിട്ട് പോകാൻ കഴിയാത്ത കുറെ ആളുകൾ ഇവിടെ റിയാദിലെ പല സ്ഥലങ്ങളിലും പാർക്കുകളിലായിക്കൊണ്ട് സംശയ മാർക്കറ്റില്, കൂത്താ പാർക്കില്, നെസ്റ്റോന്റെ സൈഡില് ഒക്കെ ആയിട്ട് റിയാദില് നിൽക്കുന്നത് നമുക്കറിയാം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, സാമൂഹ്യ പ്രവർത്തകർ അവരുടെ എല്ലാവിധ പിന്തുണയും എംബസിക്ക് നൽകുകയും എംബസിയുടെ സഹകരണത്തോടു കൂടി റിയാദിന്റെ എന്നല്ല സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങളെ, ഇന്ത്യൻ പൗരന്മാരെ ബോധവൽക്കരിക്കുകയും അവരെ പരമാവധി എക്സിറ്റ് ലഭിക്കുവാൻ വേണ്ടിയുള്ള സഹായം നൽകി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എംബസി വളരെ അടുത്ത കാലത്തൊന്നുമില്ലാത്ത അത്രത്തോളം വളരെ ഊർജിതമായിക്കൊണ്ട് ഈ ഇത്തരം ശ്രമങ്ങളിൽ സപ്പോർട്ട് നൽകുന്നുമുണ്ട്. എന്നിരുന്നാലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയൊക്കെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി സപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. ഈ വിമാനവുമായി ബന്ധപ്പെട്ട പുതിയ വിമാനങ്ങൾ ചർച്ച ചെയ്യുന്നതും ടിക്കറ്റ് ഇല്ലാതെ നാട്ടിലേക്ക് പോകാൻ കഴിയാതെ വിഷമിക്കുന്ന പാർക്കിലും മറ്റും കഴിയുന്ന ആളുകളെ സഹായിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം സാമൂഹ്യ പ്രവർത്തകരിലേക്ക് മാത്രം തിരികെ പോകരുത്. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടൽ കൊണ്ടാണ് കുറച്ചെങ്കിലും ആളുകള്, ടിക്കറ്റ് ഇല്ലാത്ത ആളുകള് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സാമൂഹ്യ പ്രവർത്തകർ കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒരു പ്രക്രിയയല്ല. റൈറ്റ്. സദറുദ്ദീൻ കീഴ്ശ്ശേരി, KC അബ്ദുറഹ്മാൻ, താങ്കളുടെ അസോസിയേഷൻ സൗദി എയർ ട്രാവലേഴ്സ് അസോസിയേഷനെ പോലുള്ളവരുടെ പക്കൽ മടങ്ങിപ്പോകുന്നവരുടെയെങ്കിലും കണക്കുകൾ ലഭ്യമാകുമല്ലോ. ഈ മടങ്ങിപ്പോകുന്നവരുടെ സംഖ്യ നോക്കിയിട്ട് എക്സിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചവരുടെ സംഖ്യയുമായി താരതമ്യം ചെയ്താൽ ഇനി എത്ര പേർ മടങ്ങാനുണ്ട് എന്ന കാര്യം വ്യക്തമാകും. മറ്റെന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഈ മടങ്ങിപ്പോക്കിന് വേണ്ടി വിമാനങ്ങളുടെ ഷെഡ്യൂളുകളിൽ വരുത്തേണ്ടത്? ഞാൻ ആദ്യമായിട്ട് ഇതിന് മുമ്പായിട്ട് ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് അദ്ദേഹം തെറ്റിദ്ധരിച്ച് ഞാനും അദ്ദേഹം പറയുന്ന പോയിന്റിലേക്ക് തന്നെയായിരുന്നു വരുന്നത്. ഇത് കമേഴ്ഷ്യലായിട്ട് നോക്കുകയാണെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇന്ത്യ ഗവൺമെന്റ് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു മേഖലയാണിത്. ഈ പ്രവാസികളുടെ യാത്രാ പ്രശ്നം അത് തന്നെയാണ് എല്ലാ അദ്ദേഹമായ രംഗത്താനെയും ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് ഒക്കെ പറഞ്ഞ് അതിനോട് പൂർണ്ണമായിട്ട് യോജിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ചില സാങ്കേതികപരമായ പ്രയാസങ്ങള് നമ്മൾ മുന്നിൽ കാണണം, അതുകൂടി തരണം ചെയ്ത് ആയിരിക്കണം നമ്മളുടെ ആക്ഷൻ പ്ലാൻ എന്ന് പറയാനാണ് ഞാൻ അത് ഈ കണക്കുകൾ പറഞ്ഞത്.
നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ കോൺസുലേറ്റിൽ നമുക്ക് ലഭ്യമായ വിവരം വെച്ചിട്ട് 24,620 EC അപ്ലിക്കേഷൻ കിട്ടിയില് 24,999, എന്നാൽ 98% EC അപ്ലിക്കേഷനും അവര് EC സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതില് 8,916 പേര് ഫിംഗർ പ്രിന്റ് എടുത്തു. ഡൽഹിയിൽ ചെന്ന് ഫിംഗർ പ്രിന്റ് എടുത്തു. ഇപ്പോ ഫൈനൽ എക്സിറ്റ് ആ ഫിംഗർ പ്രിന്റ് എടുത്ത എല്ലാവർക്കും സൗദി അതോറിറ്റീസ് ഫൈനൽ എക്സിറ്റ് കൊടുത്തിട്ടില്ല. ഇതുവരെ ലഭ്യമായ കണക്കനുസരിച്ച് 6,669 പേർക്കാണ് ഫൈനൽ എക്സിറ്റ് കിട്ടിയിട്ടുള്ളത്. അതില് ഇപ്പൊ എത്ര ആള് പോയി എന്നുള്ളതിന് വ്യക്തമായ കണക്ക് ഇല്ലെങ്കിൽ പോലും മിക്കവാറും ഒരു 90 to 95% ആളുകൾ പോകാൻ താല്പര്യമുള്ള ആളുകൾ പോയിട്ടുണ്ട്. ഇവർ പറയുന്നത് ഇന്നേ വരെ ഇവിടെ എക്സിറ്റ് കിട്ടിയിട്ട് ടിക്കറ്റിന്റെ അവൈലബിലിറ്റിയുടെ പേരിൽ പോവാത്ത ഒരു പ്രവാസി ഇല്ല എന്ന് കോൺസുലേറ്റ് അവകാശപ്പെടുന്നു. ഇവിടെ മറ്റുള്ള സംഘടനകളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു, എയർലൈനുകളുമായിട്ട് ബന്ധപ്പെട്ടു. ഈ പോവാൻ കാശില്ലാത്തതിന്റെ പേരിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ എണ്ണം വളരെ പരിമിതമാണ്, വളരെ കുറവാണെന്നാണ് നമ്മളെ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ 82 പേർക്ക് അങ്ങനെ പോകാൻ കഴിയാത്ത ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന 82 പേർക്ക് കോൺസുലേറ്റിന്റെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെ സന്നദ്ധ സംഘടനകള്, ബഹുമാനനായ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദിനെ പോലെയുള്ള ഫിലോന്ത്രപ്പിസ്റ്റുകളെ, ഇവിടെ ഈ സാമൂഹ്യ സേവനത്തിന് മുമ്പന്തിയിൽ നിൽക്കുന്ന ആളുകളെ നമ്മൾ എല്ലാ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുമായി സഹകരിച്ച് ഇവരെ എങ്ങനെയെങ്കിലും കരകയറ്റുന്നതിന്, ഇന്ത്യയിൽ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇത് സിദ്ദീഖ് അഹമ്മദിനെ പോലെയുള്ള ആളുകളോട് നമുക്ക് വളരെയധികം ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ്, ഇപ്പോൾ KC അബ്ദുറഹ്മാൻ പറഞ്ഞ പ്രകാരം വളരെ കുറച്ചു പേർ മാത്രമാണ് ടിക്കറ്റ് വാങ്ങാൻ കാശില്ലാതെ സൗദിയിൽ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കൗൺസിലേറ്റിന്റെ അവകാശവാദമായി അദ്ദേഹം ഉദ്ധരിക്കുന്നത് എത്രമാത്രം യാഥാർത്ഥ്യമാണ് അത്? ഞാന് KC അബ്ദുറഹ്മാനോടൊന്നും പറയുന്നില്ല. കാരണം അദ്ദേഹം എന്നോട് ആത്മാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, KC അബ്ദുറഹ്മാൻ പറഞ്ഞത് 6,669 പേർക്ക് എക്സ്ട്രാഡിറ്റ് എന്ന് പറയുന്നുണ്ട്. ആ വാദം ശരിയാണെങ്കിൽ എംബസി പറയുന്നുണ്ട് 80,000-ഓളം അപ്ലിക്കേഷൻ കിട്ടിയതിൽ 60,000-ഓളം കൊടുത്തു. അപ്പൊ 10% പേർക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരോട് പോയി. അത് അദ്ദേഹം പറഞ്ഞത് റിയാദിൽ മാത്രമാണോ സൗദി അറേബ്യയുടെ മുഴുവനുമാണോ? അത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താ പറഞ്ഞാൽ 60,000-ൽ കൂടുതൽ കൊടുത്തു എന്ന് പറയുന്ന എംബസിയും 6,000-ലേറെ അടിച്ചിട്ടുള്ളൂ, എക്സിറ്റ് അടിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന KC അബ്ദുറഹ്മാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. 10% അടിച്ചിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ഇന്ത്യൻ എംബസിയെ കുറ്റം പറയുകയല്ല. ഇന്ത്യൻ എംബസിയുടെ കഴിവിന്റെ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ വയലാർ രവിയും അഹമ്മദും വന്ന ശേഷം സൗദി ഗവൺമെന്റുമായി സംസാരിച്ച് സൗദി രാജാവിന്റെ കാരുണ്യം നമുക്ക് കിട്ടിയതാണ് ഇന്നിപ്പോ എല്ലാവരും ഇവിടുന്ന് കഴിയുന്നത്. അതിൽ എനിക്ക് തോന്നുന്നത് 80,000 പേര് അപ്ലിക്കേഷൻ കൊടുത്തതിൽ എനിക്ക് 10,25,000-ഓളം ആൾക്കാർക്ക് ഇവിടെ നല്ല ജോലി തെരഞ്ഞു കിട്ടുകയും അവർ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുകയും പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഇവർ പറയുന്ന 6,000 ആണെങ്കിൽ ഇനിയും 10,25,000 അല്ലെങ്കിൽ 30,000-ഓളം ആൾക്കാർ ഇവിടെ റോഡിലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് ആരും പോകുന്നില്ല എന്നിവർ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും സഹായിക്കുന്നുണ്ട്. ഞാനൊരു വ്യക്തി മാത്രമല്ല. സൗദി അറേബ്യയിൽ ഒരുപാട് പേര് ദിവസത്തിലേറെ ഓരോരുത്തരും ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ടിക്കറ്റിന്റെ വില ഇന്നലെയായിട്ട് ഈ ഒരു സൗജന്യം കിട്ടിയ ശേഷം മുതൽ ടിക്കറ്റിന്റെ വിലയ്ക്ക് യാതൊരു കുറവുമില്ല. നിങ്ങൾ ഇന്നലത്തെ ടിക്കറ്റിന്റെ പ്രൈസ് അന്വേഷിച്ച് നോക്കൂ. 2,000 രൂപ വരെ ഉണ്ട് ടിക്കറ്റ്. 1 വേക്ക് 1,800 റിയാൽ വരെ ടിക്കറ്റിനുണ്ട്. ഇത് ഏത് കാലത്ത് അങ്ങനെ ഉണ്ടായിരിക്കുന്നത്? സ്വപ്ന പ്രാബല്യത്തിൽ ഞാൻ 100-ലേറെ ആൾക്കാരെ കയറ്റിവിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 80,000-ഓളം പേർക്ക് EC ഉണ്ട് എന്ന് പറയുന്നു. 50,000 പേർക്ക് എക്സിറ്റ് കിട്ടിയെന്ന് ഇപ്പൊ എംബസി DCM-നോട് സംസാരിച്ചു. പക്ഷെ ഇതൊക്കെ സത്യമാണെങ്കിൽ 6,000 പേരെ പോയിട്ടുള്ളൂ, എക്സിറ്റ് അടിച്ചിട്ടുള്ളൂ എന്ന് അബ്ദുറഹ്മാൻ പറയുന്നു. ബാക്കിയുള്ളവർ എവിടെയാണെന്നുള്ള നമുക്ക് അന്വേഷിക്കണ്ടേ? നമ്മൾ ഇന്ത്യക്കാരല്ലേ? മലയാളികൾ മാത്രമാണോ ഇന്ത്യക്കാരാണോ അതെന്നുള്ളതല്ല നമ്മൾ അന്വേഷിക്കണമല്ലോ. ഇപ്പൊ ഇവിടെ തന്നെ കണക്ക് വരുന്നത് ഇപ്പൊ ഞാൻ എംബസി സംസാരിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്. പക്ഷെ അംബാസഡറും DCM-ആയ ഇവിടുത്തെ സിബി ജോർജ് ആത്മാർത്ഥമായി 24 മണിക്കൂറും ഓരോ വ്യക്തികളും നേരിട്ട് കണ്ട് സഹായിക്കുന്നുണ്ട്. അതിലൊന്നും കുറ്റങ്ങളില്ല. അവരുടെ കഴിവിന്റെ പരമാവധി ലിമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഞാൻ ഒരാഴ്ച മുമ്പാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. ആൾക്കാരില്ലെങ്കിൽ വരാൻ സഹകരിക്കാം, ഞങ്ങൾ ടിക്കറ്റ് തരാമെന്ന്. എത്രയോ അപ്ലിക്കേഷൻ വന്നു. നമുക്ക് സീറ്റിനനുസരിച്ച് കിട്ടിയ വിമാനത്തിൽ നമുക്ക് 105 പേര് ഡോക്യുമെന്റ് ക്ലിയർ ആക്കി എക്സിറ്റ് അടിച്ച് വന്നവർ 105 പേരോളം ഉണ്ടായി. അതിൽ നിന്ന് കയറ്റിവിടുകയും ചെയ്തു. ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ബാക്കി 5,000-ഓ 10,000 ആൾക്കാർ തെരഞ്ഞെടുപ്പിച്ച് കൊടുക്കാൻ തയ്യാറാണ്. കേന്ദ്ര ഗവൺമെന്റ് പറയട്ടെ ഒരു 10 ചാർട്ടർ ഫ്ലൈറ്റ് 10 കൊണ്ട് വിടാമെന്നുള്ളത്. എന്തിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നവംബർ
3 കഴിഞ്ഞാൽ ഇവിടെ നിതാക്കാത്തിൽ പെട്ടുകിടക്കുന്ന ജനങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരിക്കും. ആ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഇടപെട്ടിട്ട് അത് ചെയ്യാൻ ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ റൈറ്റ് സിദ്ദീഖ് അഹമ്മദ് തിരികെ എത്താൻ താങ്കളിലേക്ക്. അബ്ദുറഹ്മാൻ രണ്ടത്താണി, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിന്റെ ഗൗരവം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് ബോധ്യമായിട്ടുണ്ടോ? അല്ല, ഇതിന്റെ ഗൗരവം ബോധ്യമാവുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു വിദേശ രാഷ്ട്രത്തിൽ നിന്നുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ എംബസിയുടെ റിപ്പോർട്ടാണ്. നമ്മുടെ രാജ്യത്തിന്റെ എംബസി ഇന്ത്യ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത റിപ്പോർട്ടിന്റെ ഹ്രസ്വരൂപമാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഏകദേശം 80ഓളം പേര് മാത്രമാണ് ടിക്കറ്റിന് പണമില്ലാതെ എംബസിയെ സമീപിച്ചത് എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് ഇന്ത്യ ഗവൺമെന്റിന് എംബസിയിൽ നിന്ന് ലഭ്യമായാൽ ഇന്ത്യ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? അതുകൊണ്ടാണ് ഇവിടെ ഒരു വലിയ ഇടപെടൽ ഇപ്പോഴും ഇനിയും ആവശ്യമായി കിടക്കുന്നത്. കാരണം യഥാർത്ഥ കണക്കുകൾ എന്താണ് എന്ന് വ്യക്തമായി പറയാൻ കഴിയാത്തൊരവസ്ഥ നിൽക്കുന്നു ഇവിടെ. അതോടൊപ്പം തന്നെ നേരത്തെ സിദ്ദീഖ് ഇവിടെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് എയർ ഇന്ത്യയുടെ സമീപനമാണ്. കാരണം അവർ വെറും ഇപ്പോഴത്തെ ഈ ഘട്ടത്തിലൊക്കെ എടുക്കുന്ന സമീപനം എന്ന് പറയുന്നത് നമ്മുടെ വിമാന കമ്പനികൾ ബിസിനസ്സാണ്. വിമാന കമ്പനികൾ ഞങ്ങൾ ആരും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഡിമാൻഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു സാധാരണക്കാരനെ സഹായിക്കാൻ പോലും കഴിയാത്ത വിധം ടിക്കറ്റ് ഫെയർ വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെ ഒരു ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. കാരണം ഇത്തരം ഘട്ടങ്ങളിലെങ്കിലും ടിക്കറ്റ് ഫെയറിന്റെ കാര്യത്തിൽ സൗദി അറേബ്യയിലെങ്കിലും ഇപ്പോഴൊരു ഇടപെടൽ ഗവൺമെന്റ് നടത്തിയില്ലെങ്കിൽ അത് സഹായിക്കുന്നവർ പോലും സഹായിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടും. അതുപോലെ എംബസിയെ സാമൂഹ്യ സംഘടനകളൊന്ന് ബന്ധപ്പെടണം. ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് സാമൂഹ്യ സംഘടനകൾ അവിടെയുണ്ട്. ഇപ്പോൾ തന്നെ സിദ്ദീഖുമായി സഹകരിച്ചുകൊണ്ടുള്ള നവോദയുണ്ട്, അതുപോലെ KMCC ഉണ്ട്, ഓവർസീസ് കോൺഗ്രസ് ഉണ്ട്, എത്രയോ നല്ല നല്ല സംഘടനകളുണ്ട്, നല്ല ജനകീയ സംഘടനകളുണ്ട്. ഇവരൊക്കെ ഒന്ന് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇത്തരത്തിലുള്ള 2 തരം കണക്കുകൾ ലഭ്യമാകുന്നത്? എംബസി അധികൃതർ കേന്ദ്ര ഗവൺമെന്റിന് നൽകുന്ന കണക്ക് ഒന്ന്, അതോടൊപ്പം തന്നെ അവിടെയുള്ള യഥാർത്ഥ കണക്കുകൾ മറ്റൊന്നുമാണെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു തെളിവുകൾ കിട്ടിയാൽ മാത്രമേ ഈ ഒരു മാസത്തിനകം ഗവൺമെന്റിന് എന്തെങ്കിലും അടിയന്തരമായി ഇടപെടാൻ കഴിയൂ. പക്ഷേ വിദേശകാര്യ വകുപ്പും പ്രവാസി വകുപ്പും 2 പാർട്ടിയാണ് ഭരിക്കുന്നത്, മുസ്ലിം ലീഗും കോൺഗ്രസും. ഈ 2 വകുപ്പുകൾ തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിലെ വിടവ് അല്ലെങ്കിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള ഒരു വിടവ് ഈ പ്രക്രിയയെ ബാധിച്ചതായി തോന്നുന്നുണ്ടോ അബ്ദുറഹ്മാൻ രണ്ടത്താണി? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു വിടവുണ്ടായിരുന്നെങ്കിൽ ശ്രീ വയലാർ രവിയും ഇ അഹമ്മദ് സാഹിബ് രണ്ടുപേരും അവിടെ എത്തി ഒരുപോലെ പ്രവർത്തിച്ചത് നമുക്കൊക്കെ അറിയാവുന്ന സത്യമാണല്ലോ. അങ്ങനെ ഒരു വിഷയം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നില്ല. പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ, അത് വിദേശകാര്യ വകുപ്പിനാണെങ്കിലും അല്ലെങ്കിൽ പ്രവാസികാര്യ വകുപ്പിനാണെങ്കിലും അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ വളരെ വസ്തുനിഷ്ഠമായിരിക്കണം. സത്യത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ എംബസിയെ സമീപിക്കാത്തവരുണ്ടോ എന്ന് കൂടി ഞാൻ സംശയിക്കുകയാണ്. കാരണം ഇന്ത്യൻ എംബസി ഇത്രയും കാലം പറഞ്ഞിരുന്നത് ജനങ്ങൾക്ക് ഒരിക്കലും തന്നെ അടുക്കാൻ സാധിക്കാത്ത വിധം ഒരു അന്യമായി നിൽക്കുന്നു എന്നാണ്. പക്ഷേ ഇടക്കാലത്ത് അറിയാൻ സാധിച്ചത് ഇന്ത്യൻ എംബസി വളരെ ഉയർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടുത്തെ സാമൂഹ്യ സന്നദ്ധ സംഘടനകളോടൊപ്പം ഒരു ടീമായി അവർ എല്ലായിടത്തും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരുന്നത്. ആയിടക്കാണ് ഇന്ത്യൻ എംബസി ഇത്തരത്തിലുള്ള ഒരു വാർത്തയും കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ എംബസിയുടെ അടുക്കിലുള്ള കൃത്യമായ കണക്കുകളാണ് ഇന്ത്യ ഗവൺമെന്റിന് കിട്ടേണ്ടത്. അത് ഇന്ത്യ ഗവൺമെന്റിന് അതനുസരിച്ച് മാത്രമേ ഒരു ഗവൺമെന്റിന്റെ ആക്ഷനുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യസന്ധമായ വസ്തുനിഷ്ഠമായ ഒരു കണക്ക് ഇവിടെ എത്തിക്കുന്നതിന് വിദേശകാര്യ വകുപ്പും ഇടപെടണം. അതോടൊപ്പം തന്നെ അവിടുത്തെ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ അവർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ നീക്കുന്നതിന് ബന്ധപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് സാധ്യമാകുമെങ്കിൽ ഇനിയും ഒരു ഡെലിഗേഷൻ തന്നെ സൗദിയിൽ എത്തിയിട്ട് ആ വിഷയം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണമെന്നാണ്